ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാനാലി ബിരിയാണിയാണ്. ഇത് എറണാകുളം ജില്ലയിലെ മാനാലി എന്ന സ്ഥലത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. വളരെ സ്വാദിഷ്ടവും രുചിയേറിയതുമാണ്. ദം ചെയ്യാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. ബിരിയാണി മസാല വേറെയും ചോറ് വേറെയുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ചധികം വലിപ്പമേറിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. അഥവാ ഇത് ഡ്രൈ ആണെങ്കിൽ 1 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ചിക്കൻ മസാല വെക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഫുള്ളായിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നിരത്തി കൊടുക്കാം. ഒരു ഭാഗം മരിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗവും ഇതേമാതിരി മുറിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം.
ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അര ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാള നേർമയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഓയിലിലേക്ക് തന്നെ 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. 2 പട്ട, 5-6 ഗ്രാമ്പു എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ടേബിൾ സ്പൂണ് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഊറ്റി മാറ്റി വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണോ എന്ന് നോക്കാവുന്നതാണ്. എപ്പോഴും ഉപ്പ് ഒരു പടി മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇതിനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. റൈസൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം വേറെ കളറിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യുന്നത് നോക്കാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യേണ്ടത് ആ പാത്രം കമഴ്ത്തി വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഒരു സൈഡിലേക്ക് വിളമ്പി വെക്കാം. ഇങ്ങനെയാണ് മനാലി ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവര് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.